നമസ്കാരം. സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടന്നാൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ തന്റെ വിജയം ഉറപ്പാണെന്നും താൻ 1 ലക്ഷത്തോളം വോട്ടിന് വിജയിക്കുമെന്നും UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ കെ സുധാകരൻ. എന്നാൽ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യിക്കാനുള്ള ശ്രമം ഇടതുപക്ഷം ആരംഭിച്ചതായി സുധാകരൻ ആരോപിക്കുന്നു. കണ്ണൂർ തളാപ്പിൽ പൊതുപ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിന്റെ സർവ്വ മേഖലകളിലും CPM അനുകൂലികളെ കുത്തി നിറച്ചിരിക്കുകയാണ്. ഇലക്ഷൻ സെല്ലിലും ഇലക്ട്രൽ സെല്ലിലും CPM അനുകൂലികളല്ലാത്ത ഒരാൾ പോലുമില്ല. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടാനാണ് അവരുടെ ഉദ്ദേശമെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കള്ളവോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെങ്കിൽ അതിന്റെ പ്രതികരണം അതീവ ഗുരുതരമായിരിക്കുമെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്തരത്തിൽ ഏകപക്ഷീയമായ നിലപാട് ഇതാദ്യമായാണ്. തെരഞ്ഞെടുപ്പ് ചിത്രീകരിക്കാൻ വീഡിയോ കരാർ ഏൽപ്പിച്ചതും CPM നിയന്ത്രണത്തിലുള്ള ഒരു സംഘടനയെയാണ്. ഇവരാണ് കള്ളവോട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. അവർ കള്ളവോട്ട് റെക്കോർഡ് ചെയ്യുമെന്ന് എന്താണ് ഉറപ്പ് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിശ്ചയിക്കുന്ന പോലീസുകാരിൽ 65% പേരും ഇടതുപക്ഷ പ്രവർത്തകരാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. പിണറായി പോലീസിന്റെ നടപടി ശരിയായ ദിശയിലല്ലെങ്കിൽ ശക്തമായി തന്നെ ഇടപെടുമെന്നും സുധാകരൻ പറഞ്ഞു. കോൺഗ്രസിലെ യുവത്വത്തിന്റെ സംരക്ഷണം പാർട്ടിയുടെ ബാധ്യതയാണ് എന്ന് ഞാൻ ഊന്നി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പ്രവർത്തകരെ സംരക്ഷിക്കാൻ സാധിക്കാത്ത പാർട്ടി നേതൃത്വത്തിന് പാർട്ടിയെ നയിക്കാൻ അർഹതയില്ല. കേരളത്തിലെ കണ്ണൂരിലെ കാസർഗോഡ് യുവജന യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ സംരക്ഷണം കോൺഗ്രസ് ഉറപ്പാക്കിയിരിക്കും. ഏത് എക്സ്റ്റന്റിലേക്കും ഏത് പരിമിതിയിലേക്കും കടന്നു പോകാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകേണ്ടി വരും. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, അസ്തിത്വത്തിന്റെ പ്രശ്നമാണ്. നോക്കിയിരിക്കാനും മുഖമായിരിക്കാനും നമുക്ക് സാധിക്കില്ല. ശ്വാസം വീർപ്പടക്കി ശ്വാസം കൂട്ടാൻ നമുക്ക് സാധിക്കില്ല. മൗനമായിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ശക്തമായ പ്രതികരണം. പോലീസ് നടപടികൾ നേരായ വഴിക്ക് പോകുന്നില്ല എങ്കിൽ ശക്തമായ നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട.